ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റസ്മിൻസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വാഷ് ചെയ്ത് ഒരു 20 മിനിറ്റ് സമയത്തേക്ക് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ എടുക്കുമ്പോൾ എല്ലൊന്നും ഇല്ലാത്ത നല്ല പീസസ് നോക്കിയിട്ട് എടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതിയാവും. ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം നമുക്കിത് ഇങ്ങനെ തന്നെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് എയറെല്ലാം കളഞ്ഞ് കുക്കർ തുറക്കാം. ചിക്കനെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലാണ് നമ്മൾ അരി വേവിക്കാൻ പോകുന്നത്. ആദ്യം നമുക്കിതിലെ വെള്ളം ഒന്ന് മെഷർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2.5 കപ്പ് വെള്ളമുണ്ട്. ഇനി നമുക്ക് ഇതിലൂടെ 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് തിളക്കാനായി വെക്കാം. നേരത്തെ കുതിർത്ത് വെച്ച അരി വെള്ളമൊന്നും ഇല്ലാതെ ഊറ്റിയെടുക്കാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരി ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അരി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഇപ്പം നന്നായി വെട്ടി തിളക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിത് അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം വറ്റി തുടങ്ങുമ്പോൾ മൂടി തുറന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം ലോയിൽ തന്നെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായി ചൂട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ബീൻസ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ബീൻസ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചോപ്പ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും പകുതി വേവാകുമ്പോൾ നന്നായി കനം കുറച്ച് അരിഞ്ഞ ക്യാബേജ് 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 കപ്പ് ചെറുതായി ചോപ്പ് ചെയ്ത ഒണിയൻ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ആയാൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിലും അതുപോലെ തന്നെ ചോറിലും ഒക്കെ ഉപ്പ് പാകത്തിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ വെജിറ്റബിളിൽ ചേർത്താൽ മതിയാവും. ചോറിപ്പോൾ കറക്റ്റ് വേവായിട്ടുണ്ട്. ഏതാണ്ട് 95% ഒക്കെ വേവ് മതിയാവും. ഓവറായിട്ട് വെന്ത് പോകരുത്. ഫ്രൈഡ് റൈസിന് സാധാരണ വെജിറ്റബിൾസ് ആയാലും റൈസ് ആയാലും ഓവർ കുക്ക്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സോയ സോസ് എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. കറക്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് നമ്മുടെ ഫ്രൈഡ് റൈസിന് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് പിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. നല്ല ചെറിയ പീസസ് ആക്കണ്ട, കുറച്ച് വലുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് പിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. നേരത്തെ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അരിയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ പതുക്കെ മിക്സ് ചെയ്യുക, എന്നാൽ എല്ലാം ഒന്ന് മിക്സ് ആവുകയും വേണം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. ഇനി മൂടി തുറന്ന് നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത സെലറിയും സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കാം. ഇത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്താൽ മതി. പകരം മല്ലിയില ഒന്നും ചേർക്കരുത് കേട്ടോ, ഫ്ലേവർ അങ്ങനെ മാറിപ്പോവും. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.